നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും കൊടുവഴന്നൂർ ടാലന്റ് ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ മിഡീവൽ വേൾഡ് അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്താണെന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നിവയെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്നീ ഭാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതും പഠിച്ചതും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഭാഗമായിട്ടുള്ള ദി ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന ഹെഡാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം came to an end due to the continuous invasions of Germanic tribes. ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻ്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അതായത് ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായി വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു. അതായത് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻസ്, അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് തകർന്നു. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ട്രൈബ്സ്. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ട്രൈബ്സ്. നാടോടികളായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാര് റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കി. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ടൈപ്സ്. നോമാഡിക് മീൻസ് നാടോടികളായിട്ടുള്ള, ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാത്ത, സ്ഥിരവാസമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ്. ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള നോമാഡിക് മീൻസ് നാടോടികൾ അല്ലെങ്കിൽ ദേശാന്തരഗമനം നടത്തുന്ന നാടോടികളായിട്ടുള്ള ട്രൈബ്സ്, അതായത് നോമാഡിക് ട്രൈബ്സ്, അതായത് നാടോടികളായ ഗോത്രവർഗ്ഗക്കാരെ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ദി മോസ്റ്റ് പ്രൊമിനന്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. ഫ്രാങ്കുകളായിരുന്നു, ഫ്രാങ്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികളായിട്ടുള്ളവർ. മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്. ഫ്രാങ്കുകളായിരുന്നു ഇതിൽ പ്രധാനികൾ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടു. The empire of the Charlemagne was larger than the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വിശാലമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെക്കാൾ. വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം came to an end due to the continuous invasions of Germanic tribes. ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻ്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അതായത് ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായി വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു. അതായത് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻസ്, അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് തകർന്നു. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ട്രൈബ്സ്. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ട്രൈബ്സ്. നാടോടികളായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാര് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കി. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നോമാഡിക് ടൈപ്സ്. നോമാഡിക് മീൻസ് നാടോടികളായിട്ടുള്ള, ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാത്ത, സ്ഥിരവാസമില്ലാത്തവർ,
അങ്ങനെയുള്ളവരാണ് ദേശാന്തര ഗമനം നടത്തുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള നോമാഡിക് മീൻസ് നാടോടികൾ അല്ലെങ്കിൽ ദേശാന്തര ഗമനം നടത്തുന്ന നാടോടികളായിട്ടുള്ള ട്രൈബ്സ്, അതായത് നോമാഡിക് ട്രൈബ്സ്, അതായത് നാടോടികളായ ഗോത്രവർഗ്ഗക്കാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. ഫ്രാങ്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികളായിട്ടുള്ളവർ. മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്കുകളായിരുന്നു ഇതിൽ പ്രധാനികൾ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടു. ദി ഫേമസ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദി ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഫേമസ് എംപറർ. അതായത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് എംപയറിലെ ഫേമസ് എംപറർ. The empire of the Charlemagne was larger than the Eastern Roman Empire. The empire of the Charlemagne was larger than the empire of the Charlemagne was larger than the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വിശാലമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തേക്കാൾ വിശാലമായ സാമ്രാജ്യമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് കാത്തോലിക് ചർച്ച്, ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ്. ലൊംബാർഡ്സ് എന്ന ആക്രമണകാരികളുടെ ആക്രമണത്തിൽ നിന്നും കാത്തോലിക് മേധാവിയായിരുന്ന പോപ്പ് ലിയോ III ഷാലമീൻ രക്ഷിച്ചു. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കാത്തോലിക് ചർച്ച്, ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ്. അതായത് ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് കാത്തോലിക് ചർച്ച്, ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ദി ലൊംബാർഡ്സ്. ലൊംബാർഡ്സിൻ്റെ ആക്രമണത്തിൽ നിന്നും പോപ്പ് ലിയോ III, അതായത് പോപ്പ് ലിയോ III, ദി ഫേമസ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദി ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഫേമസ് എംപറർ. അതായത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഷാലമീൻ ആയിരുന്നു. കൗൺസ് എന്ന പേരുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പ്രാദേശിക ഭരണം അദ്ദേഹം നടപ്പിലാക്കി. അതായത് ഈ പ്രാദേശിക ഭരണം നടപ്പിലാക്കുന്നതിനുള്ള ചുമതല, പ്രാദേശിക ഭരണം നടപ്പിലാക്കാൻ കൗൺസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി, ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി. He introduced സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗൺസ്. കൗൺസ് എന്ന് പറയുന്ന ഓഫീസേഴ്സിൽ, ഉദ്യോഗസ്ഥരിൽ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രാദേശിക ഭരണം കൗൺസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരിൽ ചുമതലപ്പെടുത്തിയിരുന്നു. ടു കീപ്പ് ആൻ എഫക്റ്റീവ് ചെക്കപ്പ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് കൗൺസ്, ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് നെയ്മഡ് മിസൈ ഡൊമിനിസി. ഈ കൗൺസിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തു. അതിനെ മെസൈ ഡൊമിനിസി എന്ന് അറിയപ്പെട്ടു. മെസൈ ഡൊമിനിസി എന്ന് അറിയപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയുണ്ടായി. റിലീഫ് ഫണ്ട്സ് വെയർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് പുവർ. അതായത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധികൾ അദ്ദേഹം രൂപീകരിച്ചു, ക്രിയേറ്റ് ചെയ്തു. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. ഷാലമീൻ എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെ രൂപീകരിക്കുകയുണ്ടായി.
A network of educational institution was established under the leadership of Charlemagne. Charlemagne എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. The resultant intellectual awakening was known as Carolingian Renaissance. ഇതിൻ്റെ ഫലമായിട്ട് ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉണർവുണ്ടായി, അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതാണ് എഡ്യൂക്കേഷണൽ അവേക്കനിങ് എന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അപ്പോഴേ ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം, അതായത് ഇൻ്റലക്ച്വൽ, അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻ്റലക്ച്വൽ അവേക്കനിങ്, അതായത് എന്താണ്, വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതിനെ കരോലിഞ്ചിയൻ റെനൈസൻസ്, അതായത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോഴെന്താണ്, A network of educational institution was established under the leadership of Charlemagne. ഷാലമൈൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു A network of educational institutions was established under the leadership of Charlemagne. A network of educational institutions was established under the leadership of Charlemagne. ഷാലമൈൻ്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ സ്ഥാപിക്കപ്പെട്ടു. The resultant intellectual awakening was known as Carolingian Renaissance. അതിൻ്റെ ഫലമായിട്ടുണ്ടായ നവോത്ഥാനത്തെ കരോലിഞ്ചിയൻ റെനൈസൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടൊരു ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഉണ്ടായി, അതായത് വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതിനെ നമുക്ക് എന്തെന്ന് വിളിച്ചു? അതിനെ കരോലിഞ്ചിയൻ റെനൈസൻസ്, കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു. With the death of Charlemagne, the Frankish Empire was divided and gradually collapsed. ഷാലമീൻ്റെ മരണത്തിന് ശേഷം ഫ്രാങ്കിഷ് എംപയർ വിഭജിക്കപ്പെടുകയും പതിയെ അത് തകർച്ചയിലേക്ക് പോവുകയും ശിഥിലമാവുകയും ചെയ്തു, കൊളാപ്സ് ആവുകയും ചെയ്തു. നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും കൊടുവഴന്നൂർ ടാലൻറ്റ് ട്യൂഷൻ സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ മിഡീവൽ വേൾഡ് അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്താണെന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നിവയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എന്നീ ഭാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതും പഠിച്ചതും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഭാഗമായിട്ടുള്ള ദി ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന ഹെഡാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം came to an end due to the continuous invasions of Germanic tribes. ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻ്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് റോം ക്യാപിറ്റലായിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അതായത് ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായി വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു. അതായത് റോം ക്യാപിറ്റലായിട്ടുള്ള വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം ജർമ്മൻ ഗോത്രവർഗ്ഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവേഷൻസ്, അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് തകർന്നു. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. നാടോടികളായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാർ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കി. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ടൈപ്സ്. നോമാഡിക് മീൻസ് നാടോടികളായിട്ടുള്ള, ദേശാന്തരഗമനം നടത്തുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാത്ത, സ്ഥിരവാസമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ് ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള നോമാഡിക് മീൻസ് നാടോടികൾ അല്ലെങ്കിൽ ദേശാന്തരഗമനം നടത്തുന്ന നാടോടികളായിട്ടുള്ള ട്രൈബ്സ്, അതായത് നോമാഡിക് ട്രൈബ്സ്, അതായത് നാടോടികളായ ഗോത്രവർഗ്ഗക്കാർ
റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. ഫ്രാങ്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികളായിട്ടുള്ളവർ. മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്കുകളായിരുന്നു ഇതിൽ പ്രധാനികൾ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടു. ദി ഫേമസ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദി ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഫേമസ് എംപറർ. അതായത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഷാലമീൻ ആയിരുന്നു. ദി പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപറർ. ഇതിന് പ്രത്യുപകാരമായി, ഇതിന് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ഉപകാരസ്മരണയായി അല്ലെങ്കിൽ പ്രത്യുപകാരമായിട്ട്, ഇതിനൊരു ഉപകാരസ്മരണയായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉപകാരസ്മരണ, ഇതിനൊരു ഉപകാരസ്മരണയായിട്ട് ജർമ്മൻ ഗോത്രവർഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവീഷൻ്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അതായത് ജർമ്മൻ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായി വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു. അതായത് റോം ക്യാപിറ്റൽ ആയിട്ടുള്ള വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം ജർമ്മൻ ഗോത്രവർഗക്കാരുടെ കണ്ടിന്യൂസ് ഇൻവീഷൻസ്, അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് തകർന്നു. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. നാടോടികളായിട്ടുള്ള ഗോത്രവർഗക്കാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കി. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ടൈപ്സ്. നോമാഡിക് മീൻസ് നാടോടികളായിട്ടുള്ള, ദേശാന്തരഗമനം നടത്തുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാത്ത, സ്ഥിരവാസമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ്. ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള നോമാഡിക് മീൻസ് നാടോടികൾ അല്ലെങ്കിൽ ദേശാന്തരഗമനം നടത്തുന്ന നാടോടികളായിട്ടുള്ള ട്രൈബ്സ്, അതായത് നോമാഡിക് ട്രൈബ്സ്, അതായത് നാടോടികളായ ഗോത്രവർഗക്കാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. ഫ്രാങ്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികളായിട്ടുള്ളവർ. മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്കുകളായിരുന്നു ഇതിൽ പ്രധാനികൾ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടു. ദി ഫേമസ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദി ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഫേമസ് എംപറർ. അതായത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് എംപയറിലെ ഫേമസ് എംപറർ. The empire of the Charlemagne was larger than the Eastern Roman Empire. The empire of the Charlemagne was larger than the empire of the Charlemagne was larger than the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വിശാലമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. അതായത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തേക്കാൾ വിശാലമായ സാമ്രാജ്യമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് കാത്തോലിക് ചർച്ച്, ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ്. ലൊംബാർഡ്സ് എന്ന ആക്രമണകാരികളുടെ ആക്രമണത്തിൽ നിന്നും കാത്തോലിക് മേധാവിയായിരുന്ന പോപ്പ് ലിയോ III ഷാലമീൻ രക്ഷിച്ചു.
Charlemagne saved Pope Leo III, the spiritual head of the Catholic Church, from the tribal attack of Lombards. അതായത് Charlemagne saved Pope Leo III, the spiritual head of Catholic Church, from the tribal attack of the Lombards. ലൊംബാർഡ്സിൻ്റെ ആക്രമണത്തിൽ നിന്നും പോപ്പ് ലിയോ III, അതായത് പോപ്പ് ലിയോ മൂന്നാമനെ ഷാലമീൻ രക്ഷിച്ചു. കാത്തോലിക് മേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ഷാലമീൻ രക്ഷിച്ചു. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ് ഇൻവേഷൻസ്, അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് തകർന്നു. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ട്രൈബ്സ്. നാടോടികളായിട്ടുള്ള ഗോത്രവർഗക്കാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കി. ദി ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറൻറ്റ് നോമാഡിക് ടൈപ്സ്. നോമാഡിക് മീൻസ് നാടോടികളായിട്ടുള്ള ദേശാന്തരഗമനം നടത്തുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാത്ത, സ്ഥിരവാസമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ് ദേശാന്തരഗമനം നടത്തുന്ന അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള നോമാഡിക് മീൻസ് നാടോടികൾ അല്ലെങ്കിൽ ദേശാന്തരഗമനം നടത്തുന്ന നാടോടികളായിട്ടുള്ള ട്രൈബ്സ്, അതായത് നോമാഡിക് ട്രൈബ്സ്, അതായത് നാടോടികളായ ഗോത്രവർഗക്കാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. ദി മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. ഫ്രാങ്കുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികളായിട്ടുള്ളവർ. മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്കുകളായിരുന്നു ഇതിൽ പ്രധാനികൾ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തിനെ ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടു. ദി ഫേമസ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ദി ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമീൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഫേമസ് എംപറർ. അതായത് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിൽ പെടുന്ന ഷാലമീൻ ആയിരുന്നു
ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപറർ. അതായത് വിശുദ്ധ റോമ, അതായത് ദി പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപയർ. അതായത് വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് ലിയോ തേർഡ് ഷാലമീനെ കിരീടധാരണം നടത്തി. ഹെൻസ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ദി ഹോളി റോമൻ എംപയർ. അന്ന് മുതൽ അതോടുകൂടി ഈ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു. എ ഗ്രേറ്റ് കോൺകറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. നല്ലൊരു യുദ്ധവീരനും ഒരു ഗ്രേറ്റ് കോൺകറർ ആയിരുന്നു, ഒരു നല്ല യുദ്ധവീരനും ഒരു കഴിവുറ്റ ഭരണാധികാരിയുമായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് കോൺകറർ. ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ, ഒരു നല്ല യുദ്ധവീരനായിരുന്നു. ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ എന്തായിരുന്നു, ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. എഫിഷ്യന്റ്, കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഷാലമീൻ. ഹി ബ്രോട്ട് ആൾമോസ്റ്റ് ഓൾ ഓഫ് ദി വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് വേ. ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് വേ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം പശ്ചിമ യൂറോപ്യൻ പ്രദേശങ്ങൾ, മിക്കവാറുമുള്ള പശ്ചിമ യൂറോപ്യൻ പ്രദേശങ്ങളെല്ലാം ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻ അണ്ടർ ഹിസ് വേ. He expanded his empire through the political alliances and matrimonial relations. അദ്ദേഹം, അതായത് ഷാലമീൻ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ എംപയർ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, സാമ്രാജ്യ വിസ്തൃതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, എംപയർ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ അലയൻസസും മാട്രിമോണിയൽ റിലേഷൻസും ഉപയോഗിച്ചു. അതായത് മാട്രിമോണിയൽ റിലേഷൻസിലൂടെയും പൊളിറ്റിക്കൽ അലയൻസിലൂടെയും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും ഷാലമീൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിസ്തൃതിയാക്കി മാറ്റി, വിശാലമായ സാമ്രാജ്യമാക്കി മാറ്റി. അതായത് ഷാലമീൻ എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ മീൻസ് ഷാലമീൻ എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ ദി പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. പൊളിറ്റിക്കൽ അലയൻസിലൂടെയും മാട്രിമോണിയൽ റിലേഷൻസിലൂടെയും, അതായത് രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും ഷാലമീൻ അദ്ദേഹത്തിൻ്റെ എംപയറിനെ എക്സ്പാൻഡ് ചെയ്തു, വികസിപ്പിച്ചു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണം, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നടപ്പിലാക്കി. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗൺസ്. കൗൺസ് എന്ന പേരുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് പ്രാദേശിക ഭരണം അദ്ദേഹം നടപ്പിലാക്കി. അതായത് ഈ പ്രാദേശിക ഭരണം നടപ്പിലാക്കുന്നതിനുള്ള ചുമതല, പ്രാദേശിക ഭരണം നടപ്പിലാക്കാൻ കൗൺസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗൺസ്. കൗൺസ് എന്ന് പറയുന്ന ഓഫീസേഴ്സിൽ, ഉദ്യോഗസ്ഥരിൽ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രാദേശിക ഭരണം കൗൺസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരിൽ ചുമതലപ്പെടുത്തിയിരുന്നു. ടു കീപ്പ് ആൻ എഫക്റ്റീവ് ചെക്കപ്പ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് കൗൺസ് ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് നെയ്മഡ് മിസൈ ഡൊമിനിസി. ഈ കൗൺസിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തു. അതിനെ മെസൈ ഡൊമിനിസി എന്ന് അറിയപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയുണ്ടായി. റിലീഫ് ഫണ്ട്സ് വെയർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് പുവർ. അതായത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധികൾ അദ്ദേഹം രൂപീകരിച്ചു, ക്രിയേറ്റ് ചെയ്തു. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. ഷാലമീൻ എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെ രൂപീകരിക്കുകയുണ്ടായി. A network of educational institution was established under the leadership of Charlemagne. Charlemagne എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. The resultant intellectual awakening was known as Carolingian Renaissance. ഇതിൻ്റെ ഫലമായിട്ട് ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉണർവുണ്ടായി, അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതാണ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അപ്പോഴേ ഒരു വൈജ്ഞാനിക പുനരുദ്ധാനം, അതായത് അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻ്റലക്ച്വൽ അവേക്കനിങ്
അതായത് എന്താണ്, വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതിനെ കരോലിഞ്ചിയൻ റെനൈസൻസ്, അതായത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടും. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. ഷാലമീൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഒരു എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. ഷാലമീൻ്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ സ്ഥാപിക്കപ്പെട്ടു. ദി റിസൾട്ടന്റ് ഇന്റലക്ച്വൽ അവേക്കനിങ് വാസ് നോൺ ആസ് കരോലിഞ്ചിയൻ റെനൈസൻസ്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ നവോത്ഥാനത്തെ കരോലിഞ്ചിയൻ റെനൈസൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടൊരു ഇന്റലക്ച്വൽ അവേക്കനിങ് ഉണ്ടായി, അതായത് വൈജ്ഞാനിക പുനരുദ്ധാനം ഉണ്ടായി. അതിനെ നമുക്ക് എന്തെന്ന് വിളിച്ചു, അതിനെ കരോലിഞ്ചിയൻ റെനൈസൻസ്, കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടു. വിത്ത് ദി ഡെത്ത് ഓഫ് ഷാലമീൻ ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്ഡ്. ഷാലമീൻ്റെ മരണത്തിന് ശേഷം ഫ്രാങ്കിഷ് എംപയർ വിഭജിക്കപ്പെടുകയും പതിയെ അത് തകർച്ചയിലേക്ക് പോവുകയും ശിഥിലമായി